കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവിന് ഹിദമത്തെടുത്ത മകൻ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹു താലയോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹു താലയോട് ചോദിച്ചു, ഓ നാഥ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അള്ളാഹു താല പറഞ്ഞു, ഓ മൂസ, സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഇറച്ചി വെട്ടുകാരനാണ്. മൂസ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അന്വേഷിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാം മാത്രം ഒരു സ്വാലിഹായ ഇറച്ചി വെട്ടുകാരൻ ഈ ഗ്രാമത്തിലില്ല എന്നായിരുന്നു മൂസ നബി അലൈഹി സ്വലാമിന് കിട്ടിയ മറുപടി. മൂസ നബി അലൈഹി സ്വലാം അവിടെ വിട്ട് വീണ്ടും യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളുടെ കടയിൽ എടുത്തെത്തി. ഇതെല്ലാവർക്കും എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. മൂസ നബി അലൈഹി സ്വലാം കുറച്ചു മാറി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് മുന്നോട്ട് വന്നു. ആ മനുഷ്യൻ ധാരാളം ആളുകൾക്ക് ഇറച്ചി വിട്ട് നൽകുന്നു. അവസാനം കുറച്ചു മാംസം മാറ്റിവെച്ചതിനു ശേഷം മൂസ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഞാൻ മിസ്രിൽ നിന്ന് വരുന്നു. മൂസ നബി അലൈഹി സ്വലാം പോകാൻ വാദിച്ചപ്പോൾ ആ മനുഷ്യൻ, അങ്ങ് പോകരുതേ, അങ്ങ് ഇന്ന് എന്റെ ഇന്നത്തെ അതിഥിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി. അവർ അടങ്ങി കിടന്ന വീടിനരികിലെത്തി. ആ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. ശേഷം മൂസ നബി അലൈഹി സ്വലാമിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി. താൻ കൊണ്ടുവന്ന ഇറച്ചിയുമായി അടുക്കളയിലേക്ക് പോയി കഴുകി അടുപ്പിലാക്കി. ശേഷം താൻ പാകം ചെയ്ത ഇറച്ചിയുമായി മൂസ നബി അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് എത്തി. ശേഷം അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ വീട്ടിൽ നീ അല്ലാതെ മറ്റാരുമില്ലേ? ഉണ്ട് എന്ന മറുപടിയുമായി ആ മനുഷ്യൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു വൃദ്ധയായ മാതാവിനെ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി. ഒരു മാതാവ് എങ്ങനെയാണ് ഒരു പിഞ്ചുകുഞ്ഞിന് ഭക്ഷണം നൽകുന്നത്, അതുപോലെ ആ മാതാവിന് മകൻ ഭക്ഷണം നൽകി. ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് ഭയപ്പെടുത്തി ആ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം കുറച്ച് വെള്ളം മാതാവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മാതാവിനെ കുളിച്ചു, പുതുവസ്ത്രം അണിയിച്ചു. ശേഷം മാതാവ് കിടന്ന സ്ഥലത്തുള്ള നജസെല്ലാം നീക്കി ശുദ്ധിയാക്കി ആ മനുഷ്യൻ പുറത്തേക്ക് പോയി. ആ മാതാവിന്റെ ആദരം എപ്പോഴും ചിരച്ചുകൊണ്ടിരുന്നു. മൂസ നബി അലൈഹി സ്വലാം ആ മാതാവ് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കി. യാ റബ്ബന, എന്റെ ഈ ശോചനാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എന്റെ ഈ പൊന്നു മകനെ നീ സ്വർഗത്തിലെ പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാമിനോടൊപ്പം ചേർക്കണേ അല്ലാ എന്നായിരുന്നു ആ മാതാവിന്റെ പ്രാർത്ഥന. ഇത് കേട്ട മൂസ നബി അലൈഹി സ്വലാം വികാരഭരിതനായി. ആ മനുഷ്യനെ അരികിലേക്ക് വിളിച്ചു, ഓ മോനെ, ഞാൻ ആരാണെന്ന് അറിയാമോ? അനഗലിലുള്ള പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാമാണ്. ഇത് കേട്ട ആ മനുഷ്യൻ സന്തോഷഭരിതനായി. ശേഷം കണ്ണുനീർ വാർത്തു മൂസ നബി അലൈഹി സ്വലാം ആലിംഗനം ചെയ്തു. അവിടെ നിന്ന് സലാം പറഞ്ഞു മടങ്ങി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം സഹായം ചെയ്താൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അതിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.